സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സമയം ചുരുക്കമായിരിക്കിയാൽ പിശാചും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വീഴ്ത്തി കളയുന്നതിനു വേണ്ടി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വഞ്ചിക്കേണ്ടതിനു വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്മാരെ വീഴ്ത്തിക്കളയുവാൻ അവൻ ഗർജിക്കുന്ന സിംഹം പോലെ നടക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണർവോടെ ആയിരിക്കണം. ഈ കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒന്ന് ഹല്ലേലൂയ പറയാമോ? ഈ സമയത്ത് രക്ഷിക്കപ്പെട്ടവരൊക്കെ ഹല്ലേലൂയ പറയുക. നിങ്ങളുടെ രക്ഷ എവിടെയാകുന്നു? അന്ന് ഞാൻ നിന്റെ പ്രായമായിരുന്ന സമയത്ത് എത്ര ദിവസം പ്രാർത്ഥിക്കുമെന്ന് അറിയാമായിരുന്നോ? ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്നെനിക്ക് അതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അതെന്തൊരു സാക്ഷ്യമാണ്! അന്ന് ഞാൻ ഒരുപാട് നേരം ബൈബിൾ വായിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ ബൈബിൾ തൊടുന്നു പോലുമില്ല. ഇതെന്തൊരു സാക്ഷ്യമാണ്! പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നീതിമാൻ നീതി വിട്ടുമാറുകയാണെങ്കിൽ, അവൻ പാപം ചെയ്യുകയാണെങ്കിൽ അവന്റെ നീതി അവനോടുകൂടെ വരില്ല എന്നാണ് പറയുന്നത്. പഴയതൊന്നും ദൈവം കണക്കിടുകയില്ല. ദൈവം നോക്കുന്നത് ഇന്നത്തെ കാര്യമാണ്. ഇന്ന് നിന്റെ ജീവിതം ദൈവമായിട്ട് എങ്ങനെയായിരിക്കുന്നു? ദൈവം ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തപ്പോൾ അതാത് ദിവസത്തിനുള്ള മന്നയാണ് കൊടുത്തത്. ആ മന്ന പൊഴിച്ചു കൊടുത്ത സമയത്ത് എല്ലാ ഇസ്രായേൽ മക്കളും മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ആ ചെറിയ ചെറിയ മന്ന പെറുക്കിയെടുക്കാനിടയായി. അവർക്ക് കൊടുത്തിരിക്കുന്നതായ അളവനുസരിച്ച് കൊണ്ട് അവർക്ക് ലഭിച്ച ആ മന്ന അവർ ശേഖരിച്ച് വയ്ക്കേണ്ടതാണ്. അത് അവരുടെ അന്നത്തെ ആഹാരത്തിന് ആവശ്യമുള്ളത് ആയിരിക്കണം. എന്നാൽ ആരെങ്കിലും അത്യാഗ്രഹം കാട്ടിയിട്ട് അതിൽ കൂടുതൽ പെറുക്കിയെടുക്കുകയാണെങ്കിൽ അത് പിറ്റേ ദിവസമാകുമ്പോൾ അതിനെന്ത് സംഭവിക്കുമെന്നറിയാമോ? നശിച്ചു പോകുമായിരുന്നു. എന്താണ്, ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചു, 10 ചാപ്റ്റർ വായിച്ചു, നാളെ വായിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇന്ന് ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നാളെ 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല. അതാത് ദിവസങ്ങളിൽ നീ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കണം. അതാത് ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. ഓരോ ദിവസവും ദൈവം മുമ്പാകെ നിന്റെ സാക്ഷ്യത്തെ കാത്തു സൂക്ഷിക്കണം. നിന്റെ കണ്ണുകളെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം. നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ ഓരോ ദിവസവും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായി നിങ്ങൾ ജീവിക്കേണ്ടതാണ്. ഇപ്പോൾ പറയൂ, രക്ഷിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? ആരുമില്ലേ? എന്താണ് പൗലോസ് പറഞ്ഞു? ഞാൻ എല്ലാ ദിവസവും മരിക്കുന്നുവെന്ന്. ഞാൻ ദിനംതോറും അവൻ ജീവിച്ചിരിക്കുകയാണ്. അവൻ എന്നാൽ എന്തിനാണ് മരിക്കുന്നത്? എൻ്റെ പാപപ്രവൃത്തികൾക്ക്, എൻ്റെ ശരീര ഇച്ഛകൾക്ക്, എൻ്റെ പാപ സ്വഭാവത്തിൻ്റെ പ്രേരണകൾക്ക് ഞാൻ മരിച്ചു പോകുകയാണ്. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ശ്രദ്ധിക്കുക, ഞാനല്ല, പിന്നെ ആരാണ്? പറയൂ. ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ ആ ക്രിസ്തുവിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു. എപ്പോഴും ക്രിസ്ത്യാനികൾ പറയണം. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് എപ്പോൾ വന്നാലും നമുക്കത് പേടിക്കേണ്ട കാര്യമില്ല. നീ അതിനുവേണ്ടി പ്രത്യേകം കാത്തിരിക്കേണ്ടതായ കാര്യമില്ല. അവൻ എപ്പോൾ വന്നാലും നിന്റെ ഹൃദയം ശുദ്ധിയായതുകൊണ്ട് നീ എടുക്കപ്പെടുവാൻ ഇടയാവുക തന്നെ ചെയ്യും. അന്ത്യകാലത്ത് മനുഷ്യൻ പുറമേ ഭക്തിയുള്ളവനായി കാണപ്പെടും, എന്നാൽ അതിൻ്റെ ശക്തിയെ അവൻ അനുഭവിക്കുന്നില്ല. ദൈവത്തെക്കാൾ കൂടുതൽ അവൻ സുഖ സൗകര്യങ്ങളെ സ്നേഹിക്കുന്നു. പലപ്പോഴും സഭയിൽ ഞാൻ ചോദിക്കാറുള്ളതാണ്, എന്താണ് ബ്രദർ ഇന്ന് സഭയിൽ വരാതിരുന്നത്? അപ്പോൾ പറയുന്നു, ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു, വന്നിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്ന്. എന്താണ്? ഇന്ന് തന്നെ നാട്ടിൽ നിന്ന് വരാൻ ആരാണ് പറഞ്ഞത്? ഞായറാഴ്ച ആർക്കുള്ള ദിവസമാണ്? 6 ദിവസം നീ ജോലി ചെയ്യുക, 7-ാം ദിവസം ദൈവത്തിന് കൊടുക്കണം. സഭയുടെ അംഗത്വ രജിസ്റ്ററിൽ വിശ്വാസികളായിരിക്കുന്ന അംഗങ്ങൾ, ആ സഭയിലുള്ളവർ എല്ലാ ഞായറാഴ്ചയും അംഗത്വമുള്ളവർ സഭയിൽ വരുന്നുണ്ടോ ഇല്ലയോ? വരില്ല. ക്രിസ്മസിന് മാത്രം ആളുകൾ എല്ലാവരും വരും. അപ്പോൾ സഭയിൽ ഇരിക്കാൻ സ്ഥലം കാണില്ല. അതെന്താണ്? ദൈവം എന്താണ് പറഞ്ഞത്? നീ വിശ്വാസിയാകുന്നുവെങ്കിൽ ശബത്തിനെ നീ വിശുദ്ധ ദിനമായിട്ട് ആചരിക്കണം. 6 ദിവസം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, 7-ാം ദിവസം എനിക്ക് നൽകാനാണ് പറഞ്ഞത് കർത്താവ്. 1 ദിവസം എനിക്ക് മതിയെന്ന് പറയുന്നു. എന്നോട് പ്രാർത്ഥിക്കുക, എന്നെ ആരാധിക്കുക, എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുക, എന്നോട് കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ എന്താണ് പറയുന്നത്? സമയമില്ല, സമയമില്ല, സമയമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സമയം പിശാചിനാണ് ഇവർ കൊടുക്കുന്നത്. നിങ്ങൾ ഓർക്കുക, എപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തികയത്തില്ല. അത് സമയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പണമായിക്കൊള്ളട്ടെ. ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയത്തില്ല. അത് പിശാച് കവർന്നെടുക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ജാഗ്രത.
നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഞായറാഴ്ച നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമത്രയും ഹോസ്പിറ്റലിൽ ചിലവാകാനിടയാകും. അത് നിങ്ങൾക്ക് നഷ്ടമാകാനിടയാകും. നിങ്ങളത് ചിന്തിച്ച് പരിശോധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞായറാഴ്ച നാം ദൈവത്തിന്റെ ആലയത്തിൽ വരിക, ദൈവത്തെ ആരാധിക്കുക, പരസ്പരം കൂട്ടായ്മ ആചരിക്കുക, സഹായിക്കുക. വിശ്വാസികൾ എല്ലാവരും സ്നേഹം കാണിക്കുന്നതിൽ, മറ്റൊരാളെ സഹായിക്കുന്നതിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, പ്രേരിപ്പിക്കേണ്ടതാണ്. പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കീ കൊടുക്കുക എന്ന് പറയും. നമ്മൾ ബൊമ്മയ്ക്കൊക്കെ കീ കൊടുക്കുക, കട്ട 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 എന്നത് ഓടും, ടക 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 അങ്ങനെ നിൽക്കും. വീണ്ടും എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും കീ കൊടുക്കാനിടയാകും. എന്താണ്? ഞായറാഴ്ച മുതൽ നമ്മൾ അടുത്ത ഞായറാഴ്ച വരെ നോക്കുമ്പോൾ നാം ലോകത്ത് ജീവിക്കുന്നു, ലോകക്കാരോടൊപ്പം സഹകരിക്കുന്നു, അവരുമായിട്ട് പ്രവർത്തിക്കുന്നു, ജോലിക്ക് പോകുന്നു, നാം കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിശ്വാസികളോടൊപ്പം ആയിരിക്കുന്നു, ആദ്യമായി തണുത്തു പോകുന്നു. വീണ്ടും എന്താണ്? നാം ആലയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണർവിനെ പ്രാപിച്ചെടുക്കുവാന് നമുക്ക് സാധിക്കണം. ഒരു കാറിന് നാം ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ദൂരം അത് ഓടും? ജീവിതകാലം മുഴുവൻ ഓടുമോ? എന്താണ്? വീണ്ടും നാം ഡീസൽ അടിക്കേണ്ടതായിട്ട് വരും, റീഫില്ല് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തെ നാം റീഫില്ല് ചെയ്യേണ്ടതാണ്, നാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നാം തണുത്തു പോകുവാനിടയാകും. നമ്മുടെ ഭക്തി നാമമാത്രമായി പോകുവാൻ ഇടയാകും. നമ്മൾ വീണു പോകുവാനിടയാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വരവെടുക്കുമ്പോഴേക്കും നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അനേകർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വഞ്ചിച്ചു കളയുവാൻ ഇടയാകരുത്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം എന്താണ്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെയും കുറിച്ച് കേൾക്കും. എന്താണ്? നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാജ്യ അതിർത്തികൾ തമ്മിലോ എവിടെയെങ്കിലുമൊക്കെ യുദ്ധങ്ങളെയും പോരാട്ടങ്ങളെക്കുറിച്ചും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നതാണ്. ഓർക്കുക, എന്താണ് പറയുന്നത്? യുദ്ധങ്ങളെക്കുറിച്ചുള്ള ശ്രുതികൾ നിങ്ങൾ കേൾക്കുവാനിടയാകും. അപകടത്തെക്കുറിച്ചുള്ള ശ്രുതികൾ നിങ്ങൾ കേൾക്കാനിടയാകും. അടുത്തതെന്താണ്? എന്നാൽ ഇത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. ഭൂകമ്പത്തിന്റെ അനുഭവം ജീവിതത്തിലുണ്ടായ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്താമോ? നിങ്ങൾക്ക് ഭൂകമ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ഭൂകമ്പം വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? ഇപ്പോൾ ഭൂകമ്പമുണ്ടായാൽ നിങ്ങൾ താഴേക്ക് പോകുമോ മുകളിലേക്ക് പോകുമോ? ഭൂകമ്പം ഒരു 2-3 സെക്കൻഡ് 5.5 വന്നാൽ തന്നെ അത് വളരെ അപകടകരമാണ്. 7.7 നേപ്പാളിൽ ഉണ്ടാകുവാൻ ഇടയായി. 2-3 സെക്കൻഡ് നീണ്ടു നിന്നതായ ആ ഭൂമികുലുക്കത്തിൽ 100-120 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഒരുപാടെണ്ണം തകർന്ന് തരിപ്പണമായി പോകുവാൻ ഇടയായി. ഈ കെട്ടിടങ്ങൾ കണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അഹങ്കരിക്കുന്നത്? ഇതിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് വലുതായിട്ട് കാണുന്നത്? ഇതിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? ഇതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ വലുതായിട്ട് കാണുന്നത്? ദൈവം പറയുന്നു, എനിക്ക് ഇവയെ ഇല്ലാതാക്കാൻ 2-3 സെക്കൻഡുകൾ പോലും വേണ്ട എന്ന്. എന്നാൽ മനുഷ്യൻ ദൈവത്തെ ഇന്ന് ഭയപ്പെടുന്നുണ്ടോ? ഭൂകമ്പങ്ങൾ ഉണ്ടാകും. എത്രയോ ഇടങ്ങളിൽ ഭൂകമ്പം അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞയിട നമ്മുടെ അയൽ രാജ്യത്തിൽ തന്നെ നാം കേൾക്കാനിടയായി. അതിന്റെ പ്രതിഫലനം നമ്മുടെ രാജ്യത്തും നമുക്ക് അനുഭവിക്കാനിടയായി. കർത്താവ് ഒരു കാലത്ത് ഉപദേശിച്ചിരുന്നതായ കാര്യങ്ങളെല്ലാം ഇന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? അവന്റെ വരവിന്റെ അടയാളങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ? അവന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നുണ്ടോ? അവന്റെ വരവിന് മുൻപായിട്ട് യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന് സകല ജനത്തോടും പറയേണ്ടതായ ഉത്തരവാദിത്തം എന്റെയും നിന്റെയും മേലില്ലേ? രക്ഷിക്കപ്പെട്ടതായ എല്ലാ വ്യക്തികൾക്കും നാശത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഇല്ലേ? ഭൂകമ്പങ്ങൾ ഉണ്ടാകാനിടയാകും, യുദ്ധങ്ങൾ ഉണ്ടാകാനിടയാകും. ഇവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. അന്നു അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുകയാണ്. ആടുകളെ കൊല്ലുന്നത് പോലെ ജനത്തിനെ കൊല്ലുകയാണ്, കത്തിച്ചു കളയുകയാണ്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിക്കൊല്ലുകയാണ്. അങ്ങനെയുള്ള എന്തെല്ലാം വാർത്തകളാണ് നാം ദിനംതോറും കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയുള്ളവരാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഭാരതത്തിൽ തന്നെ നോക്കിയാൽ അനേകം ഇടങ്ങളിൽ ക്രിസ്ത്യാനികൾ ഒരുപാട് പീഡകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. മനുഷ്യരെ ഭയപ്പെടരുത്. മനുഷ്യരെ ഭയപ്പെട്ടത് കൊണ്ട് എന്ത് കിട്ടും? സമ്പത്ത് കിട്ടുമോ? ഇല്ല. നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? നാം മനുഷ്യരെയല്ല, ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ പ്രാണനെ കളയുവാൻ കഴിയുന്ന മനുഷ്യനെ ഭയപ്പെടരുത്. പ്രാണനെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുക. അതുകൊണ്ട് ഇവയെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട്
ഒരുപക്ഷെ കർത്താവിന്റെ നാമത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ അത് കഷ്ടതയാണോ ഭാഗ്യമാണോ പറയുക? എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് കരയാനാണോ പറഞ്ഞത്? അല്ല, നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുക, ആനന്ദ നൃത്തം ചെയ്യുക, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. കർത്താവിൽ വിശ്വസിച്ചതിന് ഫലമായി ആർക്കെങ്കിലും കഷ്ടത വരികയാണെങ്കിൽ, അമ്മായിമ്മ വഴക്ക് പറഞ്ഞു, ഭർത്താവ് കുറ്റം പറഞ്ഞു, മരുമകൾ കുറ്റം പറഞ്ഞു എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. ഇവയെല്ലാം വരുമ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് നിന്റെ ദൈവം നിനക്ക് എന്താണ് ചെയ്തത്? എന്ത് ലാഭമാണ് നിനക്ക് ഉണ്ടായത്? ദൈവത്തിൽ വിശ്വസിച്ചിട്ടും നിനക്കൊരു ഉദരഫലം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിന്ദിക്കുന്ന ആളുകളുണ്ട്. ചില കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ നിന്ദിക്കുകയും കുറ്റം പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് എന്ന് സഹോദരിമാർ പറയുന്ന സാക്ഷ്യത്തിലൂടെ കേൾക്കാം. കുഴപ്പമില്ല, ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ഭാഗ്യമാണ്. കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടതയും നഷ്ടവും അനുഭവിച്ചാൽ ഇഹലോകത്തിലും പരലോകത്തിലും കർത്താവ് 100 ഇരട്ടി പ്രതിഫലം നൽകും. നീ കഷ്ടതയിൽ നിലനിൽക്കുകയാണെങ്കിൽ, ശോധനയിൽ നീ ജയിക്കുവാനിടയായാൽ, നിന്നെ ഒറ്റപ്പെടുത്തിയ ആളുകളെല്ലാം നിന്റെ അടുക്കൽ വന്ന് നിന്നോട് ക്ഷമ ചോദിക്കുന്ന രീതിയിൽ കർത്താവ് ചെയ്യുവാനിടയാകും. നിന്നെ പരിഹസിച്ച ആളുകളെല്ലാം നിന്നോടുകൂടെ കർത്താവ് ഉണ്ട് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാനിടയാകും. അന്ത്യകാലത്ത് നാം ആയിരിക്കുന്നു ഇപ്പോൾ. കർത്താവിന്റെ വരവേറ്റവും സമീപസ്ഥമായിരിക്കുന്നു. മനുഷ്യർ എങ്ങനെയുള്ളവരാണ്? എവിടെ നോക്കിയാലും സ്വാർത്ഥതയാണ്, സ്വാർത്ഥത മാത്രം. എന്താണ്? കുറച്ച് പണത്തിനു വേണ്ടി സ്വന്തം മാതാവിനെ കൊല്ലുന്ന മക്കളെ നാം ഇന്ന് കാണുന്നുണ്ട്. ചെറിയൊരു വസ്തുവിന്റെ തർക്കത്തിനു വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ തല്ലി ചാകുന്നത് നമ്മൾ കാണുന്നു. ഞാൻ നന്നായിരിക്കണം, ഞാൻ സുഖമായിരിക്കണം, അതിന് തടസ്സമായി ആര് വന്നാലും അവനെ കൊന്നുകളയണം എന്നുള്ളതായ രീതിയിലാണ് പല മനുഷ്യരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വരവ് സമീപസ്ഥമായിരിക്കുന്ന സമയത്ത് അതിക്രമം വർദ്ധിക്കുന്നതായിട്ട് നാം കാണുന്നു. എവിടെ തിരിഞ്ഞാലും ധനമോഹികളായ മനുഷ്യരെയാണ് കാണുന്നത്. പണം 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 എന്നുള്ള ഒറ്റ ചിന്ത മാത്രം. ഒരു വ്യക്തി എന്ന് പറയുകയാണ്, അവന്റെ സഹോദരന്റെ ഹൃദയമിടിപ്പ് പോലും ടപ്പ് ടപ്പ് എന്നല്ല, പണം 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 എന്നാണ്. പണം 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 എന്താണ്? രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ പണം 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 പണം. എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ മസ്കറ്റിൽ പോകണം, എങ്ങനെ ദുബായിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം, പണം പണം പണം. എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ പണം നേടിയെടുക്കാം എന്നുള്ള ചിന്ത മാത്രമാണ്. ഒരുവൻ ലോകം മുഴുവനും നേടിയെടുത്തിട്ടും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ അന്ത്യകാലത്ത് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. 11 വാക്യം, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിച്ചു കളയും, അനേകരെ വഴിതെറ്റിക്കാനിടയാകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. കള്ളപ്രവാചകന്മാർ വന്നിട്ട് വഴിതെറ്റിക്കും. ബൈബിളിൽ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, അവൻ സൗഖ്യം പ്രാപിക്കും. കഴിഞ്ഞ ദിവസം വിജയവാഡയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പോയ സമയത്ത്, അവിടെ റൂമിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ ലോക്കൽ TV ചാനലുകളിൽ ക്രിസ്തീയ മീറ്റിങ്ങുകളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അവിടെ വലിയ വലിയ ദൈവദാസന്മാർ വന്ന് പറയുകയാണ്, ഈ എണ്ണ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് തേച്ചാൽ നിങ്ങളുടെ ക്യാൻസർ രോഗം പോലും മാറിപ്പോകാനിടയാകും. അതുപോലെ ഇത് യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്, ഈ മണ്ണ് നിങ്ങൾ വീടിന് അടിസ്ഥാനമായിട്ടിട്ടാൽ വീട് ഉറയ്ക്കാനിടയാകും. ഇത് യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്, ഈ വെള്ളം കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ദാഹമേ വരില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് 5000 രൂപ മാത്രമാണ്, അതുകൊണ്ട് ആവശ്യമുള്ളവർ പണം അയക്കുക. എന്താണ് ദൈവമേ, 5000 രൂപയുണ്ടെങ്കിൽ ഡോക്ടർമാരെ കൊണ്ട് ആവശ്യമില്ല, അതുപോലെ ഇനിയും ബിൽഡിംഗ് പണിയാൻ മേസ്തിമാരുടെ ആവശ്യമില്ല, എന്തൊക്കെയാണ് ഇത്? അന്ധവിശ്വാസമാണ്. ഭാരതീയരെ സംബന്ധിച്ച് ഇത് അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസം പഠിപ്പിക്കുന്നവരെ വിശ്വസിക്കുവാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമുണ്ട്. ഏത് ദൈവദാസൻ പ്രാർത്ഥിച്ചാലും ജയമുണ്ടാകാനിടയാകും. ശുദ്ധ ഹൃദയത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് മറുപടി കിട്ടും. അതിനുവേണ്ടി വലിയ ബിഷപ്പൊന്നും വരേണ്ട കാര്യമില്ല. നീ നുറുങ്ങിയ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേയൊരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, അവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ. ഇന്നുള്ളതായ ചില ഉപദേശകന്മാർ കർച്ചീഫ് വിൽക്കുന്നുണ്ട്, എണ്ണ വിൽക്കുന്നുണ്ട്, ഇനി എന്തൊക്കെയോ വ്യാപാരങ്ങൾ നടത്തുന്നുണ്ട്. വളരെ ദുഃഖം തോന്നുന്നു. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ സൂചനയാണ്. ഇതാ CD-കളും പുസ്തകങ്ങളും ഞങ്ങളും വിൽക്കുന്നുണ്ട്.
അത് നിനക്ക് പ്രയോജനകരമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. നീ കൊണ്ടുപോയി ആ പുസ്തകം വായിക്കുമ്പോൾ ദൈവവചനം നിന്നെ ബലപ്പെടുത്തുവാനിടയാകും. അതുപോലെ തന്നെ ആ CD-യിലെ പാട്ടുകളോ പ്രസംഗങ്ങളോ കേൾക്കുന്ന സമയത്ത് കിടപ്പിൽ ആയിരിക്കുന്ന ആളുകൾ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ സ്നേഹിതർക്ക് കൊടുക്കുകയാണെങ്കിൽ, അവർ അത് കേൾക്കുമ്പോൾ, ആ പാട്ട് കേൾക്കുമ്പോൾ, ആ വചനം കേൾക്കുന്ന സമയത്ത് അവർ വിശ്വസിച്ചു ആശ്വാസം പ്രാപിച്ചുകൊണ്ട് അവരും ദൈവസഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനിടയാകും. ഇന്ന് അനേകം ദുരുപദേശകർ വന്നിട്ട് പറയാറുണ്ട്, ഇത് സുഖകരമായൊരു ഭക്തി ജീവിതമാണെന്ന്. പാപം ഏറ്റുപറയാതെ, പാപം ക്ഷമിക്കപ്പെടാതെ നിനക്ക് സൗഖ്യം ലഭിക്കുകയില്ല. ഇന്ന് മേന്മേൻ ചർച്ചുകളിൽ നിന്ന് അനേകം ആളുകൾ ഈ സൗഖ്യം എന്നുള്ളതായ വിളി കേട്ടിട്ട് മറ്റു സഭകളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുമെന്ന്. മനുഷ്യരെ എങ്ങനെ പിടിക്കുവാൻ കഴിയും? മീൻ എങ്ങനെ പിടിക്കാൻ കഴിയും? സമുദ്രത്തിൽ പോയിട്ടാണ് മീൻ പിടിക്കേണ്ടത്. ഒരുത്തൻ കഷ്ടപ്പെട്ട് സമുദ്രത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് കുട്ടയിലിട്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ വന്ന് ആ കുട്ടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവനും വയ്ക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ പ്രസവിച്ച മക്കൾ, ഞാൻ സുവിശേഷം നിമിത്തമായി നിങ്ങളെ പ്രസവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഉപദേശകന്മാർ ഒരുപാട് പേരുണ്ട്, എങ്കിലും പിതാക്കന്മാർ അധികമില്ല. എനിക്ക് സഭകൾ പണിയണമെന്നുള്ള ആശയില്ലായിരുന്നു. കാരണം എൻ്റെ കർത്താവ് എന്നെ അങ്ങനെയാണ് നടത്തുവാനിടയായത്. യേശുവിനെ അറിയാത്തതായ ദേശങ്ങളിലേക്ക് ചെന്ന് അവിടെയുള്ള സഭകളെ ബലപ്പെടുത്തുവാനിടയാകണം. ആ ദേശത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ ആ ദേശത്തിലെ സഭകൾ അനുഗ്രഹിക്കപ്പെടണം. അല്ലാതെ അവിടെ ചെന്നിട്ട് ആ സഭയെ ഛിന്നഭിന്നമാക്കുന്നതല്ല. എന്നാൽ ഈ കാലത്ത് തെറ്റിപ്പോകുന്നതായ ജനമുണ്ട്, തെറ്റിപ്പോകുന്ന ദൈവദാസന്മാരുണ്ട്. ഇന്നുള്ള ക്രിസ്തീയ വേലകളെ കാണുമ്പോൾ പരിഹാസമാണ് ഉണ്ടാകുന്നത്. അനേകർ വിമർശന ബുദ്ധിയോട് കാണുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്ക് നല്ല ഒരു പേര് നേടിയെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കണം. ക്രിസ്ത്യാനികളെ എന്തുകൊണ്ടാണ് ആളുകൾ താഴ്ത്തിക്കെട്ടി, അല്ലെങ്കിൽ ദൈവദാസൻ എന്ന് പറയുമ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് നിസ്സാരമായിട്ട് കാണുവാൻ ഇടയാകുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാനത്തിന്മേൽ നാം ദൈവവേല ചെയ്യുന്നില്ല. വചനത്തിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാത്തത് കൊണ്ടാണ്. നാം ചെയ്യുന്ന ദൈവവേല മനുഷ്യരെ ബോധിപ്പിക്കാനല്ല. നാം ചെയ്യുന്നതായ ദൈവവേല മനുഷ്യരുടെ പുകഴ്ത്തലുകൾ കിട്ടാനല്ല. നാം ചെയ്യുന്ന ദൈവവേല ഒരുപാട് മനുഷ്യരെ ചേർത്തത് കൊണ്ട് കാര്യമില്ല. കൂട്ടമായി ആളുകൾ വന്നതുകൊണ്ട് കാര്യമില്ല. അതിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ? അവർ യഥാർത്ഥത്തിൽ മനസ്സോടുകൂടി കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികളാണോ? വചനത്തെ ധ്യാനിക്കുന്നവരാണോ? അവർ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട വ്യക്തികളാണോ? അതാണ് പ്രധാനം. നാളെ ഒരു കാലത്ത് ദൈവം നമ്മുടെ ദൈവവേലയെ അഗ്നിയാൽ പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. നമുക്കത് വായിക്കാം. ഒരു നിമിഷം എല്ലാവരും അത് ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും ദൈവദാസന്മാരല്ല എങ്കിലും നിങ്ങളെല്ലാവരും ദൈവവേലയിൽ ഭാഗവാക്കാകുന്നവരാണ്. നിങ്ങളും ഏതോ ഒരു സഭയിൽ പോകുന്നവരാണ്. നിങ്ങൾ പോകുന്നതായ ആലയത്തിലെ ശുശ്രൂഷ നോക്കുമ്പോൾ അത് വചനപ്രകാരമുള്ളതാണോ? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതാണോ? കർത്താവ് വരുന്നതായ സമയത്ത് എടുക്കപ്പെട്ടതായ സഭയിൽ നിങ്ങൾ ഉൾപ്പെടുമോ എന്നത് പരിശോധിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. എനിക്കു ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ഇതിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. ആര് ഏത് സഭയുണ്ടാക്കിയാലും ഏത് പേരിട്ടാലും അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അടിസ്ഥാനം ദൈവദാസനല്ല, ദൈവത്തിന്റെ സഭയല്ല, യേശുക്രിസ്തുവാണ്. ആ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. എന്താണ്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോല് നിങ്ങൾ ലോറിയിൽ അടുക്കിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അത് അടുക്കി കെട്ടിക്കൊണ്ട് പോകുന്നത് കാണാൻ വലിയ വലിപ്പമായിരിക്കും. ആ വശത്തും ഈ വശത്തുമെല്ലാം നിറഞ്ഞ് വലിയ വൈക്കോൽ കൂട്ടമായിരിക്കും. നോക്കൂ, ഇത്രയും വലിപ്പമുള്ള സ്വർണമാണോ വലുത്, അതോ അത്രയും വലിയതായ വൈക്കോലാണോ പ്രധാനം? പറയൂ. ഈ പൊന്നിന്റെ മേൽ തീ കത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത്രയും വലിയ വൈക്കോലിൽ തീ കത്തിച്ചാൽ എന്ത് സംഭവിക്കും? വൈക്കോൽ കൂനയ്ക്ക് തീയിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 5 നിമിഷം കൊണ്ട് അത് മുഴുവനും ചാരക്കൂമ്പാരമായി മാറാനിടയാകും. അതുപോലെയാണ് ദൈവദാസന്മാർ. വലിയ ശുശ്രൂഷയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുമെന്നാൽ ആ ശുശ്രൂഷ വചനപ്രകാരമുള്ളതാണോ?
അത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതാണോ? വന്ന ആളുകളുടെ കയ്യിൽ ബൈബിളുകൾ ഉണ്ടായിരുന്നോ? എനിക്കറിയാം, ബൈബിളില്ലാതെ വന്ന ആളുകൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ആരെങ്കിലും പുതുതായി രക്ഷിക്കപ്പെട്ട് വന്ന ആളുകളാണെങ്കിലോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് സ്വന്തം ഭാഷയിലുള്ള ബൈബിൾ കിട്ടാത്തത് കൊണ്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് സാരമില്ല. എന്നാൽ ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിരിക്കുന്ന ആളുകൾ ബൈബിൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ബൈബിൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ പാപം നിന്നോട് അകന്നിരിക്കും. പാപം നിന്റെ പക്കലുണ്ടെങ്കിൽ ബൈബിളും നിന്നോട് അകന്നിരിക്കുവാനിടയാകും. എന്താണ്? എങ്ങനെയെങ്കിലും സേവ ചെയ്തു എന്നല്ല. ഞാൻ എത്ര വലിയ ഭക്തനാണെന്ന് അറിയാമോ? ഞങ്ങളുടെ ദൈവദാസനോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിന് അറിയാം. എന്താണ്? പാസ്റ്ററുടെ പുകഴ്ച കിട്ടാൻ വേണ്ടിയല്ല നീ ചെയ്യേണ്ടത്. ദൈവദാസനല്ല നിന്നെ പുകഴ്ത്തേണ്ടത്, ദൈവം നിന്നെ മനസ്സിലാക്കുവാനിടയാകും. ചിലർ പറയാറുണ്ട്, എൻ്റെ ഭാര്യയെ നോക്കൂ, ഭാര്യ വലിയ പ്രാർത്ഥനാക്കാരിയാണ്, എപ്പോഴും പ്രാർത്ഥനയാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എൻ്റെ മക്കളെ നോക്കണം, രണ്ടുപേരും എത്ര നന്നായി പ്രാർത്ഥിക്കുമെന്നറിയാമോ? അതുപോലെ ഭാര്യ നോക്കണം, എപ്പോഴും ഉപവാസ പ്രാർത്ഥനയുമാണ്. എന്നാൽ നീ എന്താണ് ചർച്ചിൽ വരാത്തത്? എനിക്ക് സമയമില്ലെന്ന് പറയുന്നു. നിന്റെ ശുശ്രൂഷകൾ അഗ്നിശോധനയിൽ കൂടി കടന്നു പോകേണ്ടി വരും. പൊന്ന് അല്പമാണെങ്കിലും അത് വിലയേറിയതാണ്. എന്നാൽ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ വൈക്കോലിനും പേപ്പറിനും തുല്യമായ നിന്റെ ശുശ്രൂഷകൾ കരിഞ്ഞു പോകുവാനിടയാകും. മറക്കരുത്, കർത്താവിന്റെ വരവ് സമീപമാകുമ്പോൾ ക്രിസ്തീയ ശുശ്രൂഷകൾ വളർന്നു വരാനിടയാകും. ഒരു കാലത്ത് ഉണർവ് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച സമയത്ത് ചെറിയൊരു പന്തൽ കെട്ടി കുറച്ച് ആളുകളെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഡ്രമ്മൊക്കെ അടിച്ച് പാട്ട് പാടി ആരാധിച്ച് ഡും 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 ദൈവത്തെ സ്തുതിക്കുക, അങ്ങനെ പാട്ടൊക്കെ പാടി വലിയ സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. 200 പേര് വന്നെങ്കിൽ അത് വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. എന്നാൽ ഈ കാലത്തെ മീറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, കാക്കനാട് വലിയൊരു ഗ്രൗണ്ടിൽ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒരു വലിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് മുമ്പും അതിനുശേഷവും ആ മാസക്കാലം മുഴുവനും ആ ഗ്രൗണ്ടിൽ തുടർച്ചയായ മീറ്റിങ്ങുകളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ജനം വരുകയും പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ ആ മീറ്റിംഗിൽ കാക്കനാട് നിന്നുള്ള ആളുകളെക്കാൾ കൂടുതൽ ദൈവകൃപ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനം വരുവാനിടയായി. ഈ കാലത്ത് ക്രിസ്തീയ സേവ തണുത്തുപോയിരിക്കുന്നു. പുറമെ ഭക്തിയും ആഡംബരവും എല്ലാം കാണിക്കുന്നു, എന്നാൽ അകത്തളത്തിൽ വിശ്വാസം തണുത്തുപോയിരിക്കുന്നു, ശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കുവാനുള്ളതായ ശക്തി വിശ്വാസികൾക്കില്ല. അന്ത്യകാലത്ത് സുവിശേഷം അവർ കേൾക്കുകയില്ല. അവർ സ്വയം വ്യാഖ്യാനങ്ങൾ നടത്തുവാനിടയാകും. അവർക്ക് കഥകളാണ് ആവശ്യം, പുതിയ മെസ്സേജുകളാണ് അവർക്ക് ആവശ്യം. പുതിയ മെസ്സേജാണ് വേണ്ടത്, പഴയതൊന്നും തന്നെ വേണ്ട. ക്രൂശിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. ക്രൂശിനെ കുറിച്ചുള്ള 3 സിനിമ ഞങ്ങൾ കാണാനിടയായി. അതിനെക്കുറിച്ച് ദൈവദാസൻ ഇനി വിശദീകരിച്ച് പ്രസംഗിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. 3 സിനിമകൾ ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടതാണ്. യേശുവിനെ എങ്ങനെയാണ് ക്രൂശിച്ചത്, ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിലെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൊരു സിനിമ നടനെ കണ്ടുവന്നിട്ട് യേശുവിനെ പോലെ ആക്കിയിട്ട് അവസാനം ആ വ്യക്തിയെ യേശുവെ പോലെ ആരാധിക്കുന്ന വ്യക്തികളുമുണ്ടെന്നാണ് പറയുന്നത്. എത്ര ദുഃഖകരമാണിത്! സിനിമകളിലാകട്ടെ അഭിനയങ്ങളിലാകട്ടെ യേശുക്രിസ്തു അനുഭവിച്ചതായ കഷ്ടത ആർക്കും അഭിനയിച്ചു കാണിക്കാനോ ജീവിച്ചു കാണിക്കുവാനോ കഴിയുകയില്ല. ഇന്ന് എല്ലാവർക്കും ക്രൂശ് വളരെ നിസ്സാരമായി മാറിയിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ച് പഴകിപ്പോയ ഒരു വാക്കായിട്ട് മാറിയിരിക്കുന്നു. എന്നാൽ ബൈബിളില് അന്ത്യകാലത്ത് ജനം സുവിശേഷം ശ്രദ്ധിക്കാത്തവരായിട്ട് മാറിപ്പോകുമെന്ന് ഉള്ള വാസ്തവം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്ന ആളുകൾ ചെയ്യുമ്പോൾ ഈ ജയ്പോൾ പറയുന്നതായ പ്രസംഗം കറക്റ്റ് ആയിട്ടുള്ളതാണോ അല്ലയോ, ഈ പ്രസംഗങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലിരുന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. ബെറോവയിലെ സഭക്കാർ പൗലോസ് പ്രസംഗിച്ച് പോയതിനു ശേഷം അത് അങ്ങനെ തന്നെ ഉള്ളതാണോ അല്ലയോ എന്ന് ദൈവത്തിന്റെ വചനം പരിശോധിച്ച് നോക്കുമായിരുന്നു. നമ്മൾ നാശകരമായ അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് നാമമാത്രമുള്ളതായ ഭക്തിക്ക് കീഴ്പ്പെട്ടു പോകരുത്. യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തു എന്നതിന്റെ അനേകമായ സൂചനകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അനേകം അടയാളങ്ങൾ നടക്കുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, സ്നേഹം തണുത്തുപോകുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം എന്നുപയോഗിക്കുന്ന പദം ഇപ്പോൾ പാട്ടുകളിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്നതായിട്ട് കാണാം. പാട്ടുകൾ പാടുക മാത്രമാണ് സ്നേഹം, യേശുവിന്റെ സ്നേഹം. അങ്ങോട്ട് മാറിയിരിക്കടാ. സ്നേഹമെന്ന് മധുരമായി പാടുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. എന്താണ്? ഇത് വാക്കിൽ മാത്രം ഒതുങ്ങുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല, അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അവരെ സഹിക്കാൻ കഴിയില്ല, ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ മക്കൾ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അവരെ നേർവഴി ഉപദേശിച്ചിട്ട് അങ്ങനെ നടത്തുന്നില്ല. സ്നേഹമെന്ന് പറയുക മാത്രമാണ്, എന്നാൽ പ്രവൃത്തിയിൽ സ്നേഹം കാണുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു.
അർഹതയില്ലാത്തവരെയും സ്നേഹിച്ച സ്നേഹമായിരുന്നു. ആ ഒരു സ്നേഹത്താൽ ഇന്ന് ക്രിസ്ത്യാനികൾ നിറയപ്പെട്ടിരിക്കണം. എത്ര പേരുടെ ജീവിതത്തിൽ ആ ഒരു സ്നേഹമുണ്ട്? ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിട്ടുണ്ട്. എത്ര പേർ അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം നയിച്ചു മുൻപോട്ട് പോകുന്നുണ്ട്? നിങ്ങൾ ഇന്ന് ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞാലും, പർവ്വതങ്ങളെ മാറ്റിക്കളയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഉണ്ടായാലും, എന്റെ ശരീരത്തെ തീയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താലും, ദരിദ്രർക്ക് ഞാൻ ഒരുപാട് സഹായം ചെയ്താലും, എന്റെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ എന്റെ ജീവിതം വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്താലും അത് സ്നേഹത്തോടാണ് ചെയ്യേണ്ടത്, അല്ലാതെ പണത്തിന് വേണ്ടിയോ ലാഭത്തിന് വേണ്ടിയോ ചെയ്യുന്നതായ സമയത്ത് അത് ദൈവത്തിൻ്റെ അഗ്നിശോധനയിൽ നിലനിൽക്കുകയല്ല. ഇപ്പോൾ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വരവിൻ്റെ സൂചനകൾ എല്ലാം തന്നെ നിറവേറുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായി കൊണ്ടിരിക്കുകയാണ്. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 13 വാക്യം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കർത്താവിൻ്റെ വരവിൻ്റെ താമസം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയാം. ഇപ്പോഴും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടാത്തതായ സ്ഥലങ്ങൾ എത്രയോ ഉണ്ട്. ദൈവസഭയിലായിരിക്കുന്ന നമ്മൾ ആത്മീയമായിട്ട് ബലപ്പെട്ട് സഭയുടെ ഐക്യതയോടുകൂടി, സഭയുടെ പ്രാർത്ഥനയോടുകൂടി, സഭയുടെ ഒത്തൊരുമയോടുള്ളതായ പ്രവർത്തനം കാരണമായിട്ട് വളർന്ന് മുൻപോട്ട് പോയിട്ട് സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കേണ്ടതാണ്. അതല്ലാതെ സഭയ്ക്ക് വരുമാനം കൂടുന്ന സമയത്ത് വലിയ വലിയ ചർച്ചുകൾ പണിതുകൊണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ട്, വലിയ വലിയ ആശ്രമങ്ങൾ കെട്ടിക്കൊണ്ട്, ഇനിയും ആ സഭയിൽ തന്നെ ആ 4 ചുമരുകൾക്കുള്ളിൽ തന്നെ നിന്റെ ശുശ്രൂഷ ചെയ്യുന്നത് വചനപ്രകാരമുള്ളതല്ല. നിങ്ങൾ സർവ്വ ലോകത്തിലേക്കും ചെന്ന് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. കർത്താവ് വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നോ? യഥാർത്ഥമായും നിങ്ങളുടെ ജീവിതം കർത്താവിന് മുൻപിൽ എങ്ങനെയായിരിക്കുന്നു? 2 തിമോഥെയോസിന്റെ ലേഖനം 3 അധ്യായം 1 വാക്യം മുതൽ വായിക്കുക. ആ വചനങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ക്രമപ്പെടുത്തി മുൻപോട്ട് പോവുക. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസന്നിധി നിഷ്കളങ്കതയോടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവചെയ്ത് തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ നീ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നതാകൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ എല്ലാം നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളും ഞങ്ങളുടെ നെടുവീർപ്പുകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം നന്നായിട്ട് അറിയുന്നതായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ ശോധന ചെയ്തറിയുന്നതായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ നിറവേറ്റി തരണമേ. ഉദരഫലമില്ലാതെ നിരാശപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. മക്കൾ യഹോവ നൽകുന്ന ദാനമാകുന്നു, ഉദരഫലം അവന്റെ പ്രതിഫലമാകുന്നു. നസ്രയന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉദരഫലമില്ലാത്തവർക്ക് കർത്താവ് ഉദരഫലം കൊടുക്കുമാറാകട്ടെ. കടഭാരത്താലായിരിക്കുന്നു, നല്ല ജോലിയില്ലാതായിരിക്കുന്നു, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടുമായിരിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തെ വിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് ഇന്ന് നീ വ്യക്തമായിട്ട് സംസാരിച്ച് അവരെ നീ വിടുവിക്കുമാറാകണമേ. കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സാമ്പത്തികമായ എല്ലാ നന്മകളും നൽകിയവരെ വിടുവിച്ചെടുക്കുമാറാകണമേ. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, മദ്യപാനത്തിനും പുകവലിക്കുമെല്ലാം അടിമപ്പെട്ടുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, ആ ബലഹീനത അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണപ്പാ. പിശാചിനോട് എതിർത്ത് നിൽക്ക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന വചനമനുസരിച്ചുകൊണ്ട് നിന്റെ മക്കൾക്കെല്ലാവർക്കും പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണമായ കൃപ കൊടുക്കണമേ. അവരുടെ ഭവനത്തിന് ചുറ്റും നീ വേലി കെട്ടണമേ. എല്ലാവിധമായ ബന്ധനങ്ങളിൽ നിന്നും നിന്റെ മക്കളെ നീ വിടുവിക്കുമാറാകണമേ. നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം ഏറ്റെടുത്തുകൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ സഹായിക്കണമേ അപ്പ. മരണത്തിന്റെ ബലമേറിയ ഹസ്തത്തിൽ നിന്ന് മരണത്താൽ ഞങ്ങളെ വിടുവിച്ചിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കയില്ല നിശ്ചയം, അഥവാ മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നിന്റെ മക്കളെല്ലാം നീ സഹായിക്കണമേ. ഈ ലോകത്തിനെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കുവാൻ പാടില്ല എന്നതായ നിന്റെ വചനത്തെ ഓർത്തെടുത്തുകൊണ്ട് ദിനംതോറും ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട് നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഞാനിന്ന് നിന്നോടുകൂടെ അത്താഴം കഴിക്കുമെന്ന് സഖായിയോട് പറഞ്ഞതായ കർത്താവെ, ഇന്ന് ഞങ്ങളോട് കൂടെയും ഞങ്ങളുടെ ഭവനത്തിൽ വന്നുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിന് ശുദ്ധീകരിക്കുമാറാകണമേ. ഞങ്ങളുടെ ഭവനത്തിന് രക്ഷ നൽകുമാറാകണമേ.
നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ വരവ് താമസിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കുവാനുള്ളതായ കൃപ നൽകുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ